ശ്രീരാമനെ കുറിച്ച് വളരെ മോശമായിട്ട് ലേഖനങ്ങളൊക്കെ എഴുതുന്ന അല്ലെങ്കിൽ കുറിപ്പുകളൊക്കെ എഴുതുന്ന ഒരാൾ, ഒരു ദളിത് ചിന്തകനാണ് ഡോക്ടർ MT ശ്യാംകുമാറും. അദ്ദേഹം ഇപ്പോൾ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛനെ കുറിച്ച് മോശമായിട്ടൊക്കെ എഴുതി തുടങ്ങി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജിഹാദി അജണ്ട ആയിരിക്കില്ലേ? കാരണം അവർ കാശ് കൊടുത്ത് എഴുതിപ്പിക്കുന്നത് പോലെയുള്ള ചില തോന്നലുകൾ ഉണ്ട് എന്നാണ് വിമർശനം ഉയരുന്നത്. അത് ശരിയായിക്കൂടെ? അതായത് അവരുടെ പേറോളിലുള്ള ഒരുപാട് ഇത്തരം ചിന്തകന്മാർ ഉണ്ട്. പക്ഷേ സ്ഥിരീകരിക്കാൻ കഴിയുമോ ഈ കാശ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഹിന്ദുക്കൾക്കിടയിൽ, ഹിന്ദു മതത്തില് ദലിതരെ ഹിന്ദുമതത്തിൽ നിന്ന് അടർത്തി മാറ്റി അവരെ ഇസ്ലാമിൻ്റെ കൂടെ ചേർക്കാനായിട്ടുള്ള വലിയ പദ്ധതി ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ ഉണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് 2047 ആവുമ്പോൾ ഇന്ത്യ പഴയ മുഗൾ ഭരണത്തിലേക്ക് തിരിച്ചു പോകണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതെങ്ങനെ സാധിക്കണം എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ലവ് ജിഹാദ് ഇല്ലേ, പിന്നെ ഈ ഗ്രൂമിങ് ജിഹാദ് പലയിടത്തും, ലാൻഡ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് അടുത്തിടെ നമ്മൾ പുരുഷന്മാരെ ഇല്ലേ മാറ്റുന്നത്, വിവാഹമൊക്കെ കഴിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് മാറ്റുന്നത്, ഒരു അന്ധനെ പറ്റി ഒക്കെ മാറ്റിയതും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇങ്ങനെ പല ജിഹാദുകളിൽ പെട്ട ഒന്നാണ് ഈ ദലിതരെ മൊത്തത്തിൽ അങ്ങ് ഇസ്ലാമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ എണ്ണം ഇല്ലേ, ഡെമോഗ്രഫി മാറും, ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഒന്ന് പയറ്റി നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശ്രീരാമനെ കയറി പിടിക്കുക. ശ്രീരാമനെ കയറി പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? സത്യത്തിൽ നമ്മൾ മലയാളത്തിൽ തന്നെ രാമകഥ പാട്ട് ഇങ്ങനെ പലതും ഉണ്ടല്ലോ രാമനെ പറ്റി പാടുന്നത്. അതിൽ ഒരെണ്ണം മാത്രമേ ഒരു ബ്രാഹ്മണൻ നമ്പൂതിരി എഴുതിയ കൃതിയുള്ളൂ. ബാക്കി മുഴുവൻ സാധാരണക്കാര്, പിന്നാക്കക്കാര് ഇവരൊക്കെ എഴുതുന്ന കൃതികളാണ്. അതുപോലെ തന്നെ രാം നാമി എന്ന് പറഞ്ഞിട്ടൊരു സമൂഹം തന്നെ ഉണ്ട് ഛത്തീസ്ഗഡില്. ആദിവാസികളാ, ഗോത്ര ജനത. ഇവര് ശരീരം മുഴുവൻ രാമന്റെ പേര് പച്ചകുത്തി നടക്കുന്ന ആളുകളാ. എന്ന് പറഞ്ഞാൽ ഒരു ആദിവാസി ഗോത്രം തന്നെ, SC അല്ല ST. രാംനാമി എന്ന് പറഞ്ഞിട്ട് രാമനെ ആരാധിച്ച് നടക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒരു ദിവസം എന്നോട് ഫോണിൽ സംസാരിക്കുമ്പോൾ രാമനെ പറ്റി പറഞ്ഞ് അവസാനം വിതുമ്പാൻ തുടങ്ങി. എന്താന്ന് വെച്ചാൽ ജീവിതത്തിൽ സുഖമെന്ത്, രാജകുമാരനായിട്ട് ജനിച്ചു, എന്നിട്ട് ഭരണം കിട്ടും, അഭിഷേകമൊക്കെ റെഡി ആയതും ഒക്കെയാണ് അല്ലേ. ആ സമയത്ത് ജീവിതത്തിൽ സുഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്തൊരു മനുഷ്യൻ അല്ലേ, മര്യാദക്ക് ജീവിച്ചു പോവാം. അപ്പോഴും ഒരു മറ്റേ വെളുത്തേടൻ, ഈ സീത ലങ്കയിൽ കഴിഞ്ഞാണ് അവര് പതിവ്രതയല്ല എന്നൊക്കെ പറഞ്ഞപ്പോ അഗ്നിശുദ്ധി തെളിയിക്കുക അല്ലേ. നമ്മൾ തന്നെത്താനെ ഭർത്താവ് വിശ്വസിച്ചാ പോരാ, ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരുടെയും സന്ദിഗ്ധതകൾ ജീവിതത്തിലെ ഇത് നേരിട്ടിട്ടുള്ള ഒരാളാണ് രാമൻ എന്നുള്ള നിലയ്ക്കാണ് വാൽമീകി രാമായണവും എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ്, അല്ലാതെ ദൈവമായിട്ടല്ലല്ലോ വാൽമീകി രാമായണം എഴുതിയിരിക്കുന്നത്. അത് അധ്യാത്മ രാമായണത്തിലൊക്കെ അല്ലേ വരുന്നത്. അപ്പൊ അതിൻ്റെ അങ്ങനെ ജനങ്ങൾ കാണുന്നത് കൊണ്ടാണ് ആ ഒരു തിരിച്ചറിവ് നിന്നാണ് രാമനെ എല്ലാവരും ആരാധിക്കുന്നതും. ഒരുപാട് ഈ പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ഇല്ലേ, മറ്റേ അയോധ്യയിൽ തന്നെ പിന്നാക്ക സമുദായക്കാരായ ഒരു രാമ സമൂഹമുണ്ട്. അവരുടെ ആരാധനാ സമ്പ്രദായമാണ് അയോധ്യയില് ശ്രീരാമ ക്ഷേത്രത്തിൽ നടപ്പാക്കിയിരിക്കുന്നത്. ബ്രാഹ്മണരുടേതല്ല. അതാണ് അവിടെ എല്ലാവർക്കും പ്രവേശനമുള്ളത്. അയോധ്യ ക്ഷേത്രത്തില് അവരുടെ രീതിക്കാണ് അത് പോകുന്നത്. ആ സെക്റ്റുമായിട്ട് ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് എഴുത്തച്ഛൻ എന്നാണ് വിശ്വാസം. അവിടുത്തെ ആ സമൂഹവുമായി ബന്ധപ്പെട്ട ആളാണെന്നാണ് വിശ്വാസം. കാരണം ഗുരുവായിട്ടൊക്കെ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഈ ദലിത് ചിന്തകൻ ചിന്താദാരിദ്ര്യം കൊണ്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, തുഞ്ചത്ത് എഴുത്തച്ഛൻ ഈ ബ്രാഹ്മിൻ ഹെജിമണിയുടെ ആളാണ്, ബ്രാഹ്മണരുമായി പൊരുത്തപ്പെട്ട ആളാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതുന്നുണ്ട് കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ലീന പാംസു സഞ്ചയം
മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാൻ ആവോളം വന്നിക്കുന്നേ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഹ്മണ വന്ദനം ഇതിൻ്റെ എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജാതിയായിട്ട് കാണുന്നതിൻ്റെ പ്രശ്നമാണല്ലോ. ജാതി ഇല്ലാത്തൊരു കാലത്ത് ആർക്കും വേദം പഠിക്കാം. ഇന്ന് നമ്മൾ ഈ കറുത്ത വേഷം ഇട്ടിട്ട് ബിരുദദാന ചടങ്ങ് കാണുന്നില്ലേ? ആ ബിരുദദാനമാണ് ഈ പൂണൂലിടുക എന്നുള്ളത്. അല്ലാതെ അതൊരു ജാതിക്കാർക്ക് മാത്രം നിശ്ചയിച്ചിരുന്നതല്ല. വേദം പഠിക്കാൻ എല്ലാവർക്കും അവകാശം ഉണ്ടായിരുന്നു. പിന്നീട് ഒരു കാലത്ത് അതൊരു കുത്തക ഇല്ലേ, ബ്രാഹ്മണ കുത്തകയായി IT ഒരു ജാതിയായിട്ട് ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് പോലെയാണ് ഈ സംഭവം. ഇനി അത് ബ്രഹ്മജ്ഞാനമുള്ളവനെ ഞാൻ വന്ദിക്കുന്നു എന്നുള്ളത് എടുത്താൽ മതി, അല്ലാതെ ഒരു ജാതിയെ വന്ദിക്കുന്നു എന്ന് എടുക്കണ്ട. ഇനി ബ്രാഹ്മണരെ പറ്റി ആധ്യാത്മരാമായണത്തിൽ തന്നെ എഴുത്തച്ഛൻ പറയുന്ന വേറൊരു ഭാഗം, ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നമ്രേഡിതം കലർന്നിടും ദശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിന് കീഴായി കൃമികളായി പോയിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. നമ്മുടെ ശരീരത്തിനെ അപേക്ഷിച്ചിട്ടുള്ള നമ്മുടെ അതിമോഹങ്ങൾ ഒട്ടും തന്നെ നല്ലതല്ല. എന്തുകൊണ്ടാണ്? ഓരോരുത്തര് ഞാൻ ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നു, നരേന്ദ്രൻ ഇല്ലേ രാജാവാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നു, ആഢ്യൻ എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നു. പക്ഷെ ഇതില് അങ്ങനെ അഹങ്കരിച്ച് പോയിക്കൊണ്ടിരിക്കെ ജന്തുക്കൾ തിന്ന് കാഷ്ടിച്ചു പോവും ഇവരൊക്കെ തന്നെ. പിന്നെ വെന്തുവെണ്ണീറായി പോവും ഇതേ ശരീരം. പിന്നെ മണ്ണിന് കീഴായി കൃമികളായിട്ടും പോവും ഇല്ലേ, മണ്ണിലാണല്ലോ ശവദാഹം കഴിഞ്ഞ് കൃമികളായിട്ടും പോവും. അതുകൊണ്ട് നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. അതുകൊണ്ട് നിന്റെ ശരീരത്തിനെ പറ്റി വലിയ മോഹമൊന്നും നിനക്ക് വേണ്ട, നീ ബ്രാഹ്മണനാണെന്നുള്ള അഹങ്കാരവും വേണ്ട എന്നാണ് പറയുന്നത്. അത് അദ്വൈതമാണത്. അപ്പൊ അദ്വൈതിയാണ് എഴുത്തച്ഛൻ. അദ്വൈതിയായ ഒരാളെ സംബന്ധിച്ച് ജാതി വിവേചനം ഇല്ലല്ലോ. നമ്മെ ജാതി ഭേദ എന്ന് ശങ്കരാചാര്യരും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജാതി ഭേദമില്ല അല്ലേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ദലിത് ചിന്തകൻ ഇതിൻ്റെ അകത്ത് നരേന്ദ്രോഹം ആഢ്യോഹം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇത് നരേന്ദ്രമോദിയെ പറ്റിയാണെന്നും എഴുത്തച്ഛൻ ക്രാന്തദർശിയാണെന്നും നരേന്ദ്രമോദിക്ക് അഹങ്കാരമാണെന്നും ഒക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും ഇല്ലേ? വിവരദോഷത്തിന് അതിരുകളൊന്നുമില്ലല്ലോ. ഇനി എഴുത്തച്ഛൻ തന്നെ എഴുതിയിരിക്കുന്ന പച്ചയ്ക്ക് എഴുതിയിരിക്കുകയാണ്, ജാതിനാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുദ്ധന്മാരുടെ മതം. ജാതിനാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുദ്ധന്മാരുടെ മതം. ജാതി കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അല്ലേ, കർമ്മം കൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ എന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ജാതി നടന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത്. പിന്നെ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചിന്തകൻ പറയുന്നത് ഇദ്ദേഹം തന്നെ എഴുത്തച്ഛൻ തന്നെ ഹരിനാമ കീർത്തനത്തിൽ സ്ത്രീകളുടെയൊക്കെ ആരാധനാ സ്വാതന്ത്ര്യത്തിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ആ കാലത്ത് ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകൻ എന്ന് പറഞ്ഞാൽ ശ്മശാനം സൂക്ഷിപ്പുകാരൻ, ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും മാന്യ ജനം ചെയ്ത ഭൂസുരനും അല്ലേ, രാജാവിനും എല്ലാവർക്കും ഋതുവായ പെണ്ണിന് വരെ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് എഴുതിയ ആളാണ് എഴുത്തച്ഛൻ ആ കാലത്ത്. അന്ന് അഞ്ചാംപുര എന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണര് ഋതുവായി എന്ന് പറഞ്ഞിട്ട് പെണ്ണിനാൽ ഈ പ്രധാനപ്പെട്ട ഇല്ലത്ത് നിന്ന് പറമ്പിൽ തന്നെ വേറൊരു കെട്ടിടം പണിതിട്ടുണ്ടാവും അഞ്ചാംപുര എന്ന് പറഞ്ഞിട്ട്, അവിടെ താമസിക്കാൻ പറയും ആ 4-5 ദിവസം. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ. ആ ഋതുവായ പെണ്ണിന് പോലും ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് അദ്ദേഹം ഹരിനാമകീർത്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം തന്നെ എഴുത്തച്ഛൻ തന്നെ ബ്രാഹ്മണനായ പരശുരാമനോട് യുദ്ധം ചെയ്ത് ജയിക്കുന്ന ശ്രീരാമനെയല്ലേ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ബ്രാഹ്മൺ ഹെജുമണി ഉണ്ടെങ്കിൽ അത് മിണ്ടായിരിക്കാമല്ലോ, പരശുരാമനെ തോൽപ്പിക്കുന്നത് മിണ്ടാതിരിക്കാമല്ലോ. അപ്പൊ ബ്രാഹ്മണനെ തോൽപ്പിക്കുന്നതും വിവരിച്ചിട്ടുണ്ട്.
അപ്പോൾ രാമായണത്തിൽ എവിടെയാണ് ഈ ജാതി വിവേചനം ഉള്ളത്? ശ്രീരാമനെ കാണാനായിട്ട് ഭരതൻ പോകുന്നുണ്ടല്ലോ വനവാസകാലത്ത്. അപ്പോൾ എങ്ങനെയാണ് എഴുത്തച്ഛൻ എഴുതുന്നതെന്നറിയോ രാമായണത്തിൽ? നാളെ പുലർകാലെ പോകുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞ് ഭരതൻ പോകുന്ന കാര്യം ഭരതൻ പറയുകയാണ്. എന്നിട്ട് അതിൽ പല ആളുകളെയും കൊണ്ടുപോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്, ആയുധധാരികളെയും ഒക്കെ വരണ്യരെയും ഒക്കെ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, മേദിനി പാലകന്മാര്, ഭൂമിയെ പാലിക്കുന്നവര് വൈശ്യശൂദ്രാദിയും, പച്ചക്കല്ലേ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വൈശ്യന്മാരെയും ശൂദ്രന്മാരെയും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ, പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ളവരെയൊക്കെ രാമനെ കാണാൻ കൊണ്ടുപോകുന്നുണ്ടെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. വനവാസത്തിനിടെ ഗുഹനെ കാണുന്നുണ്ടല്ലോ, തോണി തുഴയുന്ന ആള് ഗുഹൻ, പിന്നാക്ക സമുദായമാണല്ലോ. അപ്പോൾ ശ്രീരാമന് അന്നപാനീയങ്ങളൊക്കെ ഗുഹൻ കൊടുക്കുന്നുണ്ട്, രാമൻ സ്വീകരിക്കുന്നില്ല. ഈ ദലിത് ചിന്തകൻ പറയുന്നത് ഗുഹൻ ദലിതനായതുകൊണ്ട്, രാമൻ ക്ഷത്രിയനായതുകൊണ്ട് രാമൻ സ്വീകരിക്കാത്തതാണ് എന്നാണ്. എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്ന് വാൽമീകി രാമായണത്തിലും പറയുന്നുണ്ട്, ആധ്യാത്മ രാമായണത്തിലും പറയുന്നുണ്ട്. എന്തുകൊണ്ട് രാമനത് സ്വീകരിച്ചില്ല? രാമൻ നിരസിച്ച ശേഷം രാമൻ പറയുകയാണേ, രാമായണത്തിലുള്ളതാ, ഞാൻ ഇപ്പോൾ ഈ വനവാസിയായി ദർഭയും മരവുരിയും തോലും ധരിച്ച് കായ്കിഴങ്ങൾ ഭക്ഷിച്ച് നടക്കുന്ന ഒരാളാണ്. എന്നെ താപസനെന്ന് കരുതുക. ഞാൻ ക്ഷത്രിയനുമല്ല ഭരണാധികാരിയോ ഒന്നുമില്ല, എന്നെ താപസനെന്ന് കരുതുക. ഈ ചെറിയ വേഷമൊക്കെ ധരിച്ച് നടക്കുന്ന ഒരാൾ. കുതിരകൾക്കുള്ള തീറ്റി കൊണ്ട് ഞാൻ തൃപ്തനായി. കുതിരയ്ക്ക് കൊടുക്കുന്ന മുതിരയെങ്കിൽ മുതിര അല്ലേ, അതാണ് ഞാൻ ഭക്ഷിക്കുന്നത്. ഞാൻ അത് ഭക്ഷിച്ച് കഴിഞ്ഞു. ഇന്നത്തേക്കുള്ളത് എൻ്റെ കോട്ട ഇന്നത്തെ കഴിഞ്ഞു. വേറൊന്നും വേണ്ട അല്ലേ? അതെ. ഇപ്പോൾ സിനുജി എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കേക്ക്, ചിലവരുടെ ജന്മദിനത്തിനൊക്കെ കേക്ക് കണ്ടിച്ചിട്ട് എൻ്റെ അടുത്ത് നീട്ടുമ്പോൾ ഞാൻ വേണ്ട വേണ്ട എന്ന് പറയാറില്ല. ഞാൻ ഡയബറ്റിക് ആണ്, എനിക്ക് മധുരം വേണ്ട. നമ്മളെന്ത് കഴിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമുക്കില്ലേ? ഇല്ലേ? അപ്പോൾ ഞാൻ തൃപ്തനായി, വേറൊന്നും വേണ്ട. ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ എനിക്ക് കൊണ്ടുവന്ന് ഇത് അർപ്പിച്ചത് കൊണ്ട് തന്നെ ഞാൻ പൂജിക്കപ്പെട്ടവനായി. എത്ര മര്യാദയോടുകൂടിയും ഗുഹനോട് ആദരവോടും കൂടിയാണ് രാമൻ പറയുന്നത്. ഇത് അയോധ്യാകാന്ഡത്തിൽ സർഗം 50 ശ്ലോകം 44. നമ്മൾ വെറുതെ പറയുന്നതല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ എഴുത്തച്ഛനും ഇത് തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഗുഹനിൽ നിന്ന്? ഇനി ഗുഹന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാത്തത് ഈ ബ്രാഹ്മൺ ഹെജിമണിയുടെ ഭാഗമാണെന്ന് ഉള്ള വാദം സ്വീകരിച്ചാൽ തന്നെ ശബരിയെ സ്വീകരിക്കുന്നതോ? ശ്രീരാമൻ ശബരി പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആളല്ലേ. ശബരി രാമനെ പോലൊരു വലിയ ആള് വരുമ്പോ ഇദ്ദേഹത്തിന് നല്ല പഴം തന്നെ കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ശബരി ഈ പഴങ്ങൾ പറിച്ചിട്ടേ കടിച്ചു നോക്കുക, നല്ല പഴമാണോ എന്നുള്ളത്, നല്ല മധുരം ഉണ്ടോ എന്ന്. ശബരി കടിച്ച പഴമാണ് രാമൻ കഴിക്കുന്നത്. പറയാവുന്നതാണ് കഴിക്കുന്നത്. അതുമാത്രമല്ല, എന്നിട്ട് ശബരി വിചാരിക്കുന്നുണ്ട് ഞാനിതിന് അധികാരിണിയൊന്നും അല്ലല്ലോ, അങ്ങേ പൂജിക്കാൻ മാത്രമുള്ള അധികാരാവകാശങ്ങളൊന്നും എനിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ രാമൻ പറയുകയാണേ, രാമൻ്റെ ഭാഗം, രാഘവൻ അത് കേട്ടു ശബരിയോട് ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നത് കേൾ നീ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല, പുരുഷൻ സ്ത്രീ ജാതി ഈ ഭേദവിചാരമല്ല. കാരണം മമ ഭജനത്തിന് ജഗത്രയെ ഭക്തി ഒഴിഞ്ഞുള്ള കാരണമേതും എത്തി വന്നിടുവാനുമില്ല മറ്റേതും ഒന്നും. ഭക്തി തന്നെ അല്ലേ, ആദരവ്, ഇതൊക്കെ തന്നെ പ്രധാനം. അല്ലാതെ പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല, പുരുഷൻ സ്ത്രീ ജാതി ഇതൊന്നുമല്ല പ്രധാനം. രാമനും പറയുന്നുണ്ട് മക്കളെ ജാതിയിൽ ഒരു കാര്യമില്ല എന്ന്. ഇതൊക്കെ പറയാൻ വേണ്ടി, അതായത് ധർമാധർമ്മ വിചാരങ്ങൾ
ആണ് രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ ഉള്ളത്. ഉം. ഓരോന്നും ഓരോ കഥകളും വെച്ചിട്ട് ധർമാധർമ്മ വിചാരമാണ് അതിൻ്റെ അകത്തുള്ളത്. അല്ലാതെ ജാതി ചർച്ച ചെയ്യുന്ന ഇതിഹാസങ്ങളൊന്നും അല്ല ഇത്. ഇതിൻ്റെ അകത്തൊക്കെ എഴുത്തുകാരനായ എഴുത്തച്ഛനും വാൽമീകിയും ഒക്കെ ജാതിയെ തള്ളിയിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവർ അദ്വൈതികളാണ്. അദ്വൈതമാണ് അവരുടെ തത്വചിന്ത. അദ്വൈതത്തിൽ ശങ്കരാചാര്യരും പറഞ്ഞിട്ടുണ്ട് നമേ ജാതിഭേദ. മനീഷ പഞ്ചകോ എഴുതിയിട്ടുണ്ട്. അദ്വൈതികളായ ആളുകൾക്ക് ഇങ്ങനെയേ ചിന്തിക്കാൻ പറ്റൂ. ശ്രീനാരായണ ഗുരുവും അദ്വൈതി ആയതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഒരു ജാതി ഒരു മതം. ഒരു ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവജാതി എന്ന് മാത്രം ആണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? അല്ല. ഏകജാതി, മനുഷ്യജാതി എന്നാണ്. അത് തന്നെയാണ് ഇതിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ മനുഷ്യർക്ക് വിവരമാകാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.